ആണോ? ആരെടുത്ത്? എന്റെ അടുത്തോ? അയ്യോടാ, അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. എനിക്കത് ഭയങ്കര ഒരു ഞാൻ ഒന്ന് കരഞ്ഞത് ശരിക്കും അതിന് മാത്രമല്ല, അതുകൊണ്ടല്ല. ഞാൻ ഓൾറെഡി അത് നിങ്ങൾ ലൈവ് കണ്ടോന്നറിയില്ല, ഒരു ലോങ് കോൺവെർസേഷൻ ആയിരുന്നു ഞാനും മനീഷും തമ്മിൽ. അപ്പോൾ ആ ലോങ് കോൺവെർസേഷനകത്ത് ഞാൻ ഒന്നാമത് പോണത് ഒരു 2 years കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് പോകുമ്പം ഒരു ദിവസമല്ല, നമ്മൾ 100 ദിവസമാണ് അതിനകത്ത് നിന്ന് ഹൗസിനകത്ത്. അപ്പം ഒരുപാട് മെമ്മറീസ് ഉണ്ട്. അത് നല്ല മെമ്മറീസും ഉണ്ട്, അതുപോലെ തന്നെ മോശമായിട്ടുള്ള മെമ്മറീസും ഉണ്ട്. അപ്പം അതിൽ 1-2 ഇൻസിഡൻസ് ഞാൻ പുറത്ത് 2 വർഷമായിട്ട് ഞാൻ പറയാതെ എൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന, എന്നെ ഭയങ്കരമായിട്ട് എന്നെ ഹേർട്ട് ചെയ്ത കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഞാൻ തുറന്ന് ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല, ഈ നിമിഷം വരെ ഞാൻ ആരുടെടുത്തും അറിയിച്ചിട്ടില്ല. എനിക്കത് ആ ഇൻസിഡൻസ് വേണമെങ്കിൽ എനിക്ക് എൻ്റെ ഗെയിമിൽ ഭയങ്കരമായിട്ട് ഒരു ഗെയിം ചേഞ്ചറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിരുന്ന മൊമെൻറ്റ്സ് ഉണ്ട്. പക്ഷെ അന്ന് ഞാൻ കുറച്ച് മെച്യൂരിറ്റിയോടെയാണ് ആ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്തത്. അപ്പം അതൊക്കെ എനിക്ക് വീണ്ടും ക്രോൾ ചെയ്ത് തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ പലതും ഇങ്ങനെ വന്നിട്ട് അങ്ങനെ ഇമോഷണൽ ആയതാണ്. അല്ലാതെ ഈ ഒരു ചെറിയ കാര്യത്തിനൊന്നും അങ്ങനെ ശോഭ കരയുന്ന ആളല്ല. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അനീഷിനെ ആണെങ്കിലും അവിടുത്തെ എല്ലാവരും. എനിക്ക് ഗെയിമേഴ്സ് ഭയങ്കര, എനിക്ക് പുറത്തിറങ്ങിയപ്പോൾ ശരിക്കും അവർ നമ്മുടെ ആരൊക്കെയോ ആയതുപോലെ തോന്നി കേട്ടോ. ശരിക്കും